ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള വചനചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 32 സങ്കീർത്തനം 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. വർഷങ്ങൾക്ക് മുമ്പ് കടൽ സഞ്ചാരിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നല്ല ദിശാബോധമുണ്ടായിരുന്ന നാവികന് കടലിൽ കൂടെ സഞ്ചരിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ലായിരുന്നു. ആധുനിക രീതിയിലുള്ള മാർഗനിർദ്ദേശ ഉപകരണങ്ങളൊന്നും അക്കാലത്തില്ലായിരുന്നു. വടക്കുനോക്കി യന്ത്രം മാത്രമാണ് നാവികർക്ക് ആശ്രയമായിരുന്നത്. എന്നാൽ വൃദ്ധനായ ഈ നാവികന് വടക്കുനോക്കി യന്ത്രവും ഇല്ലായിരുന്നു. തൻ്റെ സ്വയ കണക്കുകൂട്ടലിൽ ദിക്ക് കണ്ടുപിടിച്ച് യാത്ര ചെയ്യാനായിരുന്നു അയാൾക്ക് താല്പര്യം. ചില അവസരങ്ങളിൽ ഈ കണക്കുകൂട്ടൽ അയാളെ വഴിതെറ്റിക്കാറുമുണ്ടായിരുന്നു. വഴിതെറ്റി അലഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം കരയിലടുക്കുന്ന സന്ദർഭങ്ങളും ഈ നാവികന് ഉണ്ടായിട്ടുണ്ട്. നാവികൻ്റെ സുഹൃത്തുക്കൾ തങ്ങളുടെ കൂട്ടുകാരനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി അയാൾക്കൊരു വടക്കുനോക്കി യന്ത്രം സമ്മാനമായി നൽകി. ഈ യന്ത്രത്തിൽ നോക്കി പോയാൽ നീ സുരക്ഷിതനായിരിക്കും, വഴിതെറ്റാതെ നിനക്ക് യാത്ര ചെയ്യാം, അവർ പറഞ്ഞു. നാവികൻ സന്തോഷത്തോടെ കൂട്ടുകാർ നൽകിയ വടക്കുനോക്കി യന്ത്രവുമായി അടുത്ത ദിവസം കടൽ യാത്ര ആരംഭിച്ചു. മടങ്ങി വരേണ്ട സമയം കഴിഞ്ഞിട്ടും നാവികനെ കാണാതെ സ്നേഹിതർ വിഷമിച്ചു. കടൽ യാത്രയിൽ സമർത്ഥരായ കൂട്ടുകാർ നൗകകളിൽ സഞ്ചരിച്ച് അവസാനം തങ്ങളുടെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് രക്ഷിച്ചു. വടക്കുനോക്കി യന്ത്രം നിനക്കുണ്ടായിട്ടും വഴിതെറ്റിയതെങ്ങനെ? കൂട്ടുകാർ ചോദിച്ചു. നിങ്ങൾ തന്ന യന്ത്രം ശരിയല്ല. എനിക്ക് വടക്കോട്ടായിരുന്നു പോകേണ്ടത്. എന്നാൽ അതിൻ്റെ സൂചി അങ്ങോട്ട് തിരിച്ചു നിർത്തുന്നതിന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. സൂചി തെക്ക് കിഴക്കോട്ട് തന്നെ കാണിച്ചു കൊണ്ടിരുന്നു, വൃദ്ധനായ നാവികൻ കൂട്ടുകാരോട് പറഞ്ഞു. നാവികൻ പോകുന്നത് വടക്കോട്ടാണെന്ന് നിശ്ചയമായി അയാൾ വിശ്വസിച്ചിരുന്നതുകൊണ്ട് വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സൂചി അയാൾ പോയ ദിക്കിലേക്ക് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു. യന്ത്രം ചൂണ്ടിക്കൊണ്ടിരുന്നത് തെക്ക് കിഴക്കോട്ടാണെന്ന് നാവികൻ വിശ്വസിക്കുകയും ചെയ്തു. തൻ്റെ ഇഷ്ടപ്രകാരം യന്ത്രം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ കൊള്ളില്ലെന്ന ധാരണയിൽ അയാൾ അത് വലിച്ചെറിയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ വചനത്തിൽ കൂടെ നമ്മെ ഉപദേശിക്കുകയും നാം നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. വചനത്തിനനുസരിച്ച് നടക്കുന്നവർ അനാവശ്യമായ അലഞ്ഞുതിരിയലിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുവിക്കപ്പെടും. ശരിയായ വഴി കാട്ടിത്തരുന്നതിന് നാം ദൈവത്തോട് ആവശ്യപ്പെടണം. തിരുവചനമാകുന്ന വടക്കുനോക്കിയിൽ നാം പൂർണ്ണമായി ആശ്രയിക്കണം. ദൈവ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ നടത്തിപ്പ് നമുക്ക് ലഭിക്കും. പരാതിപ്പെടാതെ നമുക്കും അവനിൽ ആശ്രയിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിത യാത്രയിൽ വഴിയറിയാതെ ഞങ്ങൾ ഉഴലുമ്പോൾ വഴികാട്ടിയായി അവിടുത്തെ വചനം ഞങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമെന്ന് ഇന്നത്തെ ചിന്തയിലൂടെ നീ ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ആ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട്, ആ വടക്കുനോക്കിയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്ര വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.